ഇന്ന് വൈകിട്ട് ഓഫീസിൽ നിന്ന് ഞാൻ നേരത്തെ എത്തിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്തു ചായയുടെ കൂടെ ഒരു സ്നാക്കും കൂടെ ഉണ്ടാക്കാമെന്ന്. ഇത് ആക്ച്വലി നമ്മുടെ ലാലേട്ടൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. പേരൊന്നും എനിക്കെന്താണെന്ന് അറിയത്തില്ല. നമുക്ക് പക്ഷേ ആകെ 3 ഇൻഗ്രീഡിയൻസ് മതി. എൻ്റെ അടുത്ത് നല്ല ഏത്തപ്പഴം ഉണ്ടായിരുന്നു. അധികം പഴുക്കാത്ത ഏത്തപ്പഴമാണ് കേട്ടോ ഞാനിതിന് യൂസ് ചെയ്തത്. അതേപോലെ തന്നെ കുറച്ച് നെയ്യ് വേണം, പിന്നെ കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട്. ഇത്രയും മതി. ഞാൻ ആദ്യം തന്നെ പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടു കേട്ടോ. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ ഏത്തപ്പഴം ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടാൽ അത്രയും നല്ലതാണ്. പക്ഷേ എനിക്ക് ഇത്ര ക്ഷമയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അല്പം വലുതായിട്ട് തന്നെയാണ് മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് ഒന്ന് റോസ്റ്റായി കഴിയുമ്പോഴത്തേനുമാണ് ഞാൻ ഉടച്ചിട്ടത് കേട്ടോ. അപ്പം ആ നെയ്യിൽ കിടന്നുള്ള ആ ഒരു പഴത്തിൻ്റെ സ്മെല്ലുണ്ടല്ലോ ഗൈസ്, അയ്യോ. ആക്ച്വലി ഈ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് തന്നെ. അങ്ങനെ പഴമൊക്കെ ഒന്ന് റോസ്റ്റായി കഴിയുമ്പോഴത്തേനും നമുക്ക് കോക്കനട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ആക്ച്വലി തേങ്ങ നമ്മൾ എന്തോരം ഇടുന്നോ അത്രയും ടേസ്റ്റാന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല. ഞാൻ പക്ഷെ അധികം കോക്കനട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കത്ര കോക്കനട്ടിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത്യാവശ്യത്തിന് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഓർഗനൈസർ ഉണ്ടല്ലോ, ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഓർഗനൈസറാണ്. നമുക്ക് എല്ലാ ടീ, കോഫി, ഷുഗർ, സോൾട്ട് എല്ലാത്തിൻ്റെയും ടിന്നൊക്കെ നമുക്ക് വെക്കാം. കിച്ചണിലാകെ അലങ്കോലമായി കിടക്കത്തില്ല ഈ ഒരു ഓർഗനൈസർ ഉണ്ടെങ്കിൽ. സോ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ചായയുടെ ടൈമാണല്ലോ. സോ നമ്മുടെ സ്നാക്ക് റെഡിയായി. ഇനി നെക്സ്റ്റ് നമുക്ക് ചായ വേണം. സോ ഞാൻ ചായ ഉണ്ടാക്കി, സ്നാക്കും റെഡിയായി. പിന്നെന്താ, ഇതൊന്ന് കുടിക്കുക അല്ലേ. നല്ല മഴയുണ്ടായിരുന്നു ഇതിനൊരു കോംബോ ആയിട്ട് തന്നെ. അതേപോലെ തന്നെ നല്ല തണുത്ത കാറ്റും. സോ ഒരു കയ്യിൽ ചായ, ഒരു കയ്യിൽ നമ്മുടെ സ്നാക്ക്, പഴത്തിൻ്റെ മധുരവും ആ തേങ്ങയുടെ സോഫ്റ്റ്നെസ്സും. അയ്യോ, സൂപ്പർ കോംബോ ആണ് കേട്ടോ. ഇതിലേറെ എന്ത് വേണമല്ലേ ശരിക്കും. ഇങ്ങനത്തെ ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ആണ് ആക്ച്വലി ദി ബെസ്റ്റ് എന്ന് പറയാം. ജസ്റ്റ് സിറ്റ്, റിലാക്സ്, എൻജോയ് അല്ലേ. ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഈ ഒരു ബാൽക്കണി. അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണിയും കൂടെയാണ്. നമുക്ക് നല്ല പ്രൈവസി ഉണ്ട് ആക്ച്വലി. പക്ഷേ നോർമലി ഫ്ലാറ്റിൽ ഞാൻ കാണാത്ത ഒരു കാര്യം കൂടെയാണ് ഇത്രയും വലിയൊരു ബാൽക്കണിയും കൂടെ. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫ്ലാറ്റ് നമ്മൾ എടുക്കാനുമുള്ള മെയിൻ റീസൺ കേട്ടോ. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചായയൊക്കെ സിപ്പ് ചെയ്ത് കുടിച്ചുകൊണ്ടിരുന്നാൽ സത്യം പറഞ്ഞാൽ എണീറ്റ് പോകാൻ പോലും തോന്നത്തില്ല. അത്ര രസമാണ്. കറക്റ്റ് സമയത്തായിരുന്നു മഴയും പെയ്തത്. നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ച് എൻജോയ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ശരി.